നമസ്കാരം. ഒരു കാലത്ത് രാഷ്ട്രീയ നേതാവാനുള്ള ഏറ്റവും വലിയ യോഗ്യതകളിലൊന്ന് പ്രസംഗിക്കാനുള്ള കഴിവ് തന്നെയായിരുന്നു. കേരള രാഷ്ട്രീയത്തിലെ നിരവധി പേർക്ക് അവർ വളരെ പ്രഗത്ഭരായ വാഗ്മികളാണ് എന്നുള്ളതും അവരുടെ രാഷ്ട്രീയ ജീവിതത്തിലേറെ സഹായകരമായിട്ടുണ്ട്. ആർ ബാലകൃഷ്ണപിള്ള, തോപ്പിൽ രവി, കണിയാമരൻ രാമേന്ദ്രൻ തുടങ്ങിയ എത്ര പേരാണ് കേരള രാഷ്ട്രീയത്തിലെ അറിയപ്പെടുന്ന വാഗ്മികൾ. എന്നാൽ പിന്നീട് കാലം മാറി വരവേ ഇപ്പോൾ TV ചാനലുകളുടെ കാലത്ത് ചാനൽ ചർച്ചയിൽ പ്രധാന പങ്ക് വഹിക്കുന്ന അല്ലെങ്കിൽ ചാനൽ ചർച്ചയിൽ തിളങ്ങുന്നവരാണ് ഇപ്പോൾ നേതാക്കന്മാരായി മാറുന്നത്. ചാനൽ ചർച്ചകളിലൂടെ മാത്രം നേതാവായി മാറിയ എത്രയോ പേർ എല്ലാ പാർട്ടികളിലും ഉണ്ട് എന്നുള്ളത് നമുക്ക് നിഷേധിക്കാൻ കഴിയാത്ത ഒരു കാര്യം തന്നെയാണ്. ഇന്ന് സാധാരണ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ ഈ കവല പ്രസംഗങ്ങളൊന്നും നടത്തുന്ന രീതിയില്ല. ജംഗ്ഷനുകളിൽ പാർട്ടി മീറ്റിംഗ് വയ്ക്കാറില്ല. തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രമേ അവർ യോഗം വിളിക്കാറുള്ളൂ. രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങളൊക്കെ തന്നെ വളരെ കുറഞ്ഞു വരുന്നൊരു കാലഘട്ടം കൂടിയാണ് ഇത്. ഏതായാലും ചാനൽ ചർച്ചകളിൽ പങ്കെടുത്ത് അതിലൂടെ താരമായി മാറി നിയമസഭാ പാർലമെൻറ്റ് അംഗങ്ങളൊക്കെ ആയ നിരവധി പേരുണ്ട്. എന്നാൽ ഇക്കുറി CPMൻ്റെ പട്ടിക പുറത്തു വരുമ്പോൾ അതിലേറ്റവും രസകരമായ കാര്യം ഈ ചാനൽ ചർച്ചകളിൽ വന്നിരുന്നു കൊണ്ട് CPMനെ ന്യായീകരിക്കുന്ന പാർട്ടി അംഗങ്ങളാണെങ്കിലും പാർട്ടി സഹയാത്രികരാണെങ്കിലും ഈ സഹയാത്രികന് പിന്നീട് പലരും സീറ്റ് നേടിയവരുണ്ട്. ഏതായാലും ഇവർക്കാർക്കും തന്നെ ഇക്കുറി സീറ്റ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സവിശേഷത. PMR ഷോ, അല്ലെങ്കിൽ ജെയ്ക് സി തോമസ്, M സ്വരാജ്, ചിന്താ ജെറോം, അഡ്വക്കേറ്റ് അരുൺകുമാർ തുടങ്ങിയവരൊക്കെയാണ് ഇടതുപക്ഷത്ത് നിന്ന് പ്രധാനമായി യുവതലമുറയിൽ നിന്ന്, അതിലെ വസീഫ് തുടങ്ങിയ പുതിയ തലമുറയിലെ നിരവധി പേരാണ് ചാനൽ ചർച്ചകളിലൂടെ നിരന്തരമായി പാർട്ടിക്ക് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇവർക്ക് ആർക്കും തന്നെ ഇക്കുറി സീറ്റ് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മെ അമ്പരപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ മുന്നണികളിലും ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന യുവതലമുറയിൽപ്പെട്ട നിരവധി പേർക്ക് സീറ്റ് ലഭിച്ചിരുന്നു എങ്കിൽ പോലും സന്ദീപ് വാര്യരെയൊക്കെ പോലെയുള്ള ആളുകൾ അന്ന് BJPയിലായിരുന്നു. ഇക്കുറി ഇനി അതിൽ കോൺഗ്രസിൻ്റെ ലിസ്റ്റ് ഇനിയും പുറത്തു വന്നിട്ടില്ല. പൂർണ്ണമായ തോതിൽ കോൺഗ്രസിൻ്റെ ലിസ്റ്റ് പുറത്തു വന്നാൽ മാത്രമേ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് അവിടെ സീറ്റ് ലഭിച്ചിട്ടുണ്ടോ എന്ന് പറയാൻ കഴിയുകയുള്ളൂ. മാത്രവുമല്ല, ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മറ്റൊരു പ്രത്യേകത, CPMന് വേണ്ടി ചാനൽ ചർച്ചകൾ വന്നിരുന്ന് വാദിച്ചിരുന്ന പലരും ഇപ്പോൾ കോൺഗ്രസിലോ BJPയിലോ ഒക്കെയാണ്. അതുപോലെ കോൺഗ്രസിന് വേണ്ടി വാദിച്ചവർ മറ്റു പാർട്ടി പോയവരുണ്ട്. ഏതായാലും CPMനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ചാനൽ ചർച്ചക്കാരെയൊക്കെ തന്നെ ഒഴിവാക്കിയത് അത്ര ശരിയായ നടപടി ആയില്ല എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ യുവതലമുറ ചൂണ്ടിക്കാട്ടുന്നത്. കാരണം അവരുടെ ഒരു പ്രതിപുരുഷന്മാർ അല്ലെങ്കിൽ യുവതലമുറയുടെ പ്രതിനിധികളായി ചാനൽ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് തങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളെ ശക്തമായി നേരിട്ടിരുന്ന പലരെയും CPM എന്താണ് വെട്ടിക്കളഞ്ഞത്, അവർക്ക് സീറ്റ് കൊടുക്കാത്തത് എന്നാണ് പലരും ചോദിക്കുന്നത്. അതുപോലെ BJPയുടെ ആദ്യവട്ട പട്ടിക പുറത്തു വരുമ്പോഴും ഇത് തന്നെയാണ് ചോദ്യം വരുന്നത്. ഇനി രണ്ടാം ഘട്ടം പട്ടിക കൂടി പുറത്തു വന്നാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായ തോതിൽ അറിയാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെയാണ് കോൺഗ്രസിലെ കാര്യം. കോൺഗ്രസ്സിലെ സ്ഥിരമായി ചർച്ച നടത്തുന്ന രാജു P നായർ, അതുപോലെ ഡോക്ടർ SS ലാലുണ്ട്, നിരവധി പേർ മറ്റു മേഖലകളിൽ തിളങ്ങുന്നവർ, പ്രൊഫഷണൽസ്, ഇങ്ങനെ ഓരോ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി വാദിക്കാനെത്തുന്ന അതേസമയം സ്വതന്ത്രരായ രാഷ്ട്രീയ നിരീക്ഷകർ മാത്രമായ ഒരുപാട് പേരുമുണ്ട്. അവർക്കൊക്കെ ഇനി സീറ്റ് കിട്ടുമോ എന്നുള്ളത് ഇന്ന് അല്ലെങ്കിൽ നാളെ കോൺഗ്രസിൻ്റെ പൂർണ്ണമായ പട്ടിക പുറത്തു വന്നതിന് ശേഷം മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. ഒപ്പം BJPയുടെ ബാക്കിയുള്ള സ്ഥാനാർത്ഥികളുടെ പട്ടികയും ഒരുപക്ഷെ ഇന്ന് പുറത്തു വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അറിയാം. ഏതായാലും ചാനൽ ചർച്ചയിലൂടെ വളരെ എളുപ്പത്തിൽ നേതൃനിരകളിൽ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിലേക്ക് പെട്ടെന്ന് അവർക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമായി മാറും. ഒരുപക്ഷെ ഇവർക്കൊക്കെ തന്നെ പാർട്ടിയിൽ വലിയ പദവികൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഈ അസംബ്ലിയിലോ പാർലമെൻറ്റിലോ ഒന്നും അംഗങ്ങളാകാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും ഇവർ വീണ്ടും ചാനൽ ചർച്ചകൾ വന്നിരുന്ന് സ്വന്തം പ്രസ്ഥാനത്തിന് വേണ്ടി ഘോരഘോരം വാദിക്കുന്നത് നമ്മൾ എപ്പോഴും കാണുന്നുണ്ട്. നാളെയും അത് കാണേണ്ടി വരും. ഏതായാലും ചാനൽ ചർച്ചക്കാരൊക്കെ തന്നെ തങ്ങൾക്ക് സീറ്റ് ലഭിക്കാത്തതിൽ നിരാശരല്ല എന്ന രീതി തന്നെയാണ് പൊതുവെ ചാനൽ ചർച്ചകളിൽ നമ്മൾ കാണുന്നത്. പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ ദുഃഖമുള്ളവർ തന്നെ ആയിരിക്കാനാണ് സാധ്യത. കാര്യം പലരും പല സീറ്റുകളും മോഹിച്ചിരുന്നു എന്നാണ് കേട്ടിട്ടുണ്ടായിരുന്നത്. അതിനുള്ള കരുനീക്കങ്ങൾ അവർ നടത്തിയിരുന്നിരിക്കാം. CPMലാകുമ്പോൾ കോൺഗ്രസിൽ പോലെ പരസ്യമായി ഇറങ്ങിയിരിക്കുക ഏതെങ്കിലും സീറ്റ് വേണമെന്ന് പറയാൻ കഴിയില്ല. എങ്കിലും തങ്ങളുടെ നേതാക്കന്മാർ അല്ലെങ്കിൽ തങ്ങളുടെ ഗോഡ് ഫാദർമാർ വഴിയൊക്കെ തന്നെ ഇതിനുള്ള ഓപ്പറേഷനുകൾ അവരും നടത്തിയിരിക്കാം. പക്ഷേ അവർക്ക് ആർക്കും ഇക്കുറി സീറ്റ് ലഭിച്ചിട്ടില്ല. ഇനി കോൺഗ്രസിൻ്റെ പട്ടികയും BJPയുടെ പട്ടികയും പൂർണ്ണമായി ലഭിച്ചാൽ മാത്രമേ അവിടുത്തെ അവസ്ഥ എന്താണ് എന്നുള്ളത് അറിയാൻ കഴിയുകയുള്ളൂ. ഏതായാലും അവർക്ക് സീറ്റ് കിട്ടിയാലും ഇല്ലെങ്കിലും ഇനിയുള്ള നാളുകളിലും ഇവർ ചാനൽ ചർച്ച തുടരുക തന്നെ ചെയ്യും. കുറേ പേരെങ്കിലും ഇപ്പോൾ പാർട്ടി മാറി അല്ലെങ്കിൽ പ്രസ്ഥാനം വിട്ടതിന് ശേഷം മറുവിഭാഗത്തിൻ്റെ ആളുകളായി വന്നിട്ട് ചാനൽ ചർച്ച നടത്തുന്നതും നമ്മൾ സ്ഥിരം കാണാറുള്ള ഒരു പതിവ് പരിപാടി തന്നെയാണ്. ഏതായാലും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും ഇതിന് വലിയ തോതിലുള്ള ഒരു മാറ്റമുണ്ടാകുമെന്നാണ് പലരും പ്രതീക്ഷിക്കുന്നത്. പല ചാനൽ ചർച്ചക്കാരും ഒരുപക്ഷെ മറുകണ്ഠം ചാടി തങ്ങൾ ഇത്രയും കാലം ആർക്കെതിരെയാണോ വാദിച്ചിരുന്നത് അവർക്ക് അനുകൂലമായി സംസാരിക്കേണ്ടി വരുന്ന സാഹചര്യം എത്തുമോ എന്നാണ് ഇപ്പോൾ ഈ ചാനൽ ചർച്ചകൾ കാണുന്ന എല്ലാവരും തന്നെ വളരെ പ്രതീക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്.